ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒരു ഹാഫ് kg വാനില കേക്കിൻ്റെ സ്പഞ്ചാണ് തയ്യാറാക്കുന്നത്. ഇത് ഹാഫ് kg ബേക്ക് ടിന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇത് നമുക്ക് ഞാൻ ഒരു 120 ml കപ്പിലാണ് ഇത് മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഒരു അരിപ്പ വേണം, 2 ബൗൾ വേണം കേട്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 1 കപ്പ് മൈദ, ഹാഫ് ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ വേണ്ട, 1 പിഞ്ച് ഉപ്പ്, നമുക്കൊന്ന് 2-3 തവണ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നത് 2 മുട്ടയാണ്. ഞാൻ വലിയ സൈസ് 2 മുട്ട എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 3 എണ്ണം ആവാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് വരുന്നത് പൊടിക്കാത്ത പഞ്ചസാര ചേർത്തപ്പോഴെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഞാൻ അതുകൊണ്ട് പഞ്ചസാര പൊടിക്കാതെ തന്നെ ചേർക്കുവാണ്. കുറേശ്ശെ ഇട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് അരിച്ച് വെച്ചേക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ച് വിടരുത് കേട്ടോ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. ഓക്കെ, അധികം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാക്കാതെ ഒരേ ലെവലിൽ തന്നെ നമുക്കത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും കേട്ടോ. നമുക്ക് വാനില കേക്ക് ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡറിൻ്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ ബേക്കിംഗ് സോഡ ഇതിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കേക്ക് കിട്ടും. ഇത് മാവൊന്ന് ടൈറ്റ് ആകുമ്പം കുറച്ച് റോ മിൽക്ക് യൂസ് ചെയ്ത് നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് ലൂസാവരുത് കേട്ടോ. കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പം കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. മാവ് എല്ലാ രീതിയിലും ഒന്ന് മിക്സ് ആവണം. കുറച്ച് ഓയിൽ നമുക്ക് ചേർക്കാം. ഒരു ഹാഫല്ല, ഒരു 280 അത്രയും മതിയാവും. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഓയിൽ എല്ലാ ഏരിയയിലും ഒന്ന് കിട്ടണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ആ കെട്ടിനിലോട്ട് പകർത്താം. ഞാനിത് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മുടെ നോർമലി കുക്കറിലാണ് കേട്ടോ. ചെറിയ കുക്കറിൽ വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. വീഡിയോ കാണിക്കാൻ പരിമിതികളുണ്ട്. ഞാനിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.